ഹായ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം സമയം ഏകദേശം രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങി. എല്ലാവരും എന്ന് വെച്ചാൽ മക്കളൊക്കെ ഉറങ്ങി, അച്ഛനും അമ്മയൊക്കെ ഉറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഗിഫ്റ്റ് പാക്കിങ്ങിലാണ്. ഇത് ഗിഫ്റ്റ് ആർക്കാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അയനക്കുട്ടന് കൊടുക്കാനാണ്. നാളെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. അയനക്കുട്ടൻ്റെ പിറന്നാളാണ് നാളെ. അപ്പോൾ അവന് കൊടുക്കാനായിട്ട് 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ വീഡിയോ എടുത്തത്. അപ്പം ഇതൊരു ഗിഫ്റ്റാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ അവനെ സംബന്ധിച്ച് ഇത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം കുറേ നാളായി പറയുന്നു ബ്ലൂടൂത്ത് വേണം, പെൻഡ്രൈവ് വേണം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളത് ഇവിടെ വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിട്ട് പാവം അത് റിപ്പയർ ചെയ്താണ് അത് കേട്ടോണ്ടിരുന്നത്. പിന്നെ ഈ സാധനം എന്ന് വെച്ചാൽ എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. ഈ പിന്നെ എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പം വെള്ളം മോട്ടറിൽ നിന്ന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളം നിറയുമല്ലോ. അപ്പോൾ ഹയറിൻ്റെ ഫ്രിഡ്ജാകുമ്പോൾ അത് ഫ്രിഡ്ജ് നീക്കിയിട്ട് വേണം വെള്ളം എടുത്ത് കളയാനായിട്ട്. ഇതാകുമ്പോഴത്തേക്കും ഇത് വെച്ച് പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് അനക്കണ്ട, ആ കുഴൽ അതിനകത്തേക്ക് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ കാലമായി പറയുന്നു. എനിക്ക് മേടിച്ചതാണ്. പക്ഷെ ഞാൻ ആദ്യം പഠിക്കുക, എന്നിട്ട് പിന്നെ എല്ലാം വാങ്ങിച്ചുതരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉഴപ്പി. പക്ഷെ പിന്നെ ഓർത്തത് കുഞ്ഞുങ്ങൾക്ക് ഏതിലാണ് താല്പര്യം വെച്ചാൽ നമ്മൾ കൂടെ പ്രോത്സാഹിപ്പിച്ചാലേ അവർ ആ ഒരു ഇതിൽ വളർന്നു വരത്തുള്ളൂ. അങ്ങനെ ഓർത്തുന്ന ഇതും കൂടെ ഇത് വാങ്ങിക്കാം. ഇങ്ങനെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇവന് എല്ലാം ഇത് തന്നെ നോക്കിയിരിക്കണേ. ഇങ്ങനെ നോക്കി വെച്ചേക്കൊണ്ട് പറയും. പക്ഷെ ഞാൻ വലിയ മൈൻഡില്ല. പക്ഷേ പിന്നെ ഓർത്തത് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചു. അവനറിയില്ല കേട്ടോ ഇതൊക്കെ വാങ്ങിച്ച കാര്യം. എന്തായാലും അവന് ഭയങ്കര സന്തോഷമാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ നാളെ അതിനപ്പൻ്റെ പിറന്നാളാണ്. അപ്പോൾ അവന് നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിച്ചവൻ്റെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ ഉറങ്ങിയ ശേഷമാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സന്തോഷം, അവന് ഒത്തിരി സന്തോഷം എന്നങ്ങനെ പ്രകടിപ്പിക്കുന്ന സൈസൊന്നും അല്ല കേട്ടോ. പക്ഷെ സന്തോഷം ഉണ്ടാവും ആൾക്ക്, അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മളിത് ഗിഫ്റ്റ് വാങ്ങിച്ച് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ വീഡിയോയിലൂടെ കാണാം അവൻ്റെ എക്സ്പ്രഷൻ എന്താവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുവാണ്. ദേവീക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇന്ന് സമ്മതിക്കുന്നതല്ല ഫോട്ടോ എടുക്കാൻ, എന്താണെന്നറിയില്ല. ഇന്നേതായാലും സമ്മതിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിച്ച് വന്നു. അതിനപ്പം ഗിഫ്റ്റ് കൊടുക്കാതെ അങ്ങനെ നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ച ഗിഫ്റ്റ് കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ്റെ ഫേസ് കണ്ടറിയാം. പക്ഷെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അവൻ തന്നെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമുക്ക് സന്തോഷമായി. അതെന്തായാലും ഓപ്പൺ ചെയ്തു. പാട്ടൊക്കെ ഇട്ട് തക്കിടുവാണെങ്കിൽ ഭയങ്കര ഡാൻസൊക്കെ അതിൻ്റെ പാട്ടിട്ടപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. കാര്യം കേക്ക് കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവന്. പണ്ട് മുതലേ അങ്ങനെ കുഞ്ഞിലെയൊക്കെ കട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലല്ല ഫുഡ് കഴിക്കുന്നത്. നമ്മൾ പുറത്തല്ല, വേറൊരു സ്ഥലത്ത് പോയാണ് അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതെവിടെ എന്താണെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അത് തികച്ചും പേഴ്സണലായിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ. പിന്നെ വൈകുന്നേരം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലത്തെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഉച്ചയ്ക്ക് ഇനി അങ്ങോട്ട് പോയി പിന്നെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ടൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക. അതാണ് ഇന്നത്തെ ബർത്ത്ഡേയുടെ ദിവസത്തെ ആഘോഷം. അങ്ങനെ വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മാവേലിക്കരയിലേക്ക് വിട്ടു. വേറെ നല്ല ഫുഡ് കഴിക്കാനാണ്. അവിടെ വെച്ചാൽ നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻറ്റായ മാമ്പഴത്തിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുറച്ച് സൂപ്പും പിന്നെ ഗോതമ്പ് പൊറോട്ടയും പിന്നെന്താ ചിക്കൻ കുറുമ, പിന്നെന്തുമായിരുന്നു ഗോബി മഞ്ചൂരി, അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ വീട്ടിൽ അച്ഛനമ്മയും വന്നിട്ടില്ല. അപ്പം അവർക്ക് വേണ്ട പാഴ്സലൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അയനക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഓക്കെ, ബായ്.